ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈന ജോയ് വ്ളോഗ്സ്. എല്ലാവർക്കും കൊത്തുപൊറോട്ടയും സാമ്പാർ റെസിപ്പി ഇഷ്ടമായെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി രസം റെസിപ്പി ആയിട്ടാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി അലിയിച്ചെടുക്കാനായി മാറ്റി വയ്ക്കാം. രസം വയ്ക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. 8 കൊച്ചുള്ളി, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പിടി മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനായി എളുപ്പമാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ചെറുതായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി നന്നായി വയന്ന് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാം നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായി തിളച്ച് വരുമ്പോൾ 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച ശേഷം 30 സെക്കൻഡ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായി. വളരെ രുചികരമായിട്ടുള്ള രസമാണ്. നിങ്ങൾ ഇതുപോലെ അല്ല വീട്ടിൽ രസം തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായും തയ്യാറാക്കി നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു രസമുണ്ടെങ്കിൽ സൈഡായിട്ട് ഒന്നും തന്നെ വേണ്ട. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.